നമസ്കാരം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ CSD CPC ക്യാൻറ്റീൻ മുഖാന്തരം എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ വാഹനം എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ DP ആണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സീനിയർ സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ സുബീഷാണ്. അപ്പോൾ വെൽക്കം ടു ദ ഷോ സുബീഷ്. അപ്പോൾ സുബീഷിന് കുറേ കൊല്ലങ്ങളായിട്ട് ആൾ CSD CPC ക്യാൻറ്റീൻസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് അത് പെട്ടെന്ന് കിട്ടുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് CSD ക്യാൻറ്റീനെ കുറിച്ചാണ് അല്ലേ. CSD ക്യാൻറ്റീൻ മുഖാന്തരം എങ്ങനെയാണ് വണ്ടി എടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ CSD ക്യാൻറ്റീൻ മുഖാന്തരം എടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. എന്താണ് CSD ക്യാൻറ്റീൻ ഫെസിലിറ്റി എന്ന് വെച്ചാൽ അതൊന്ന് എലാബറേറ്റ് ചെയ്ത് തരാമോ? ഓക്കെ, നമുക്ക് CSD എടുക്കാൻ പറ്റുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, അതുപോലെ തന്നെ നേവി, എയർഫോഴ്സ്. ഓക്കെ, ഈ 3 കാറ്റഗറിക്കാണിത് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യമേ നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡീലർഷിപ്പിൽ വണ്ടി ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമായിട്ട് നമുക്ക് ഓൺലൈൻ പ്രൊസീജിയറാണ് ഇതിനെല്ലാം വരുന്നത്. ഇതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ GPO കാർഡ് ഉണ്ടാവണം. GPO കാർഡ് എന്ന് പറഞ്ഞാൽ ആർമി ക്യാൻറ്റീൻ്റെ കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ടാണ് ഓൺലൈൻ എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത്. അവൈലബിലിറ്റി കിട്ടിയതിന് ശേഷമായിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് ബാക്കിയുള്ള ലോഗിനും കാര്യങ്ങളും ചെയ്യണം. ഇപ്പം ലോഗിൻ ID ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വർക്കിംഗ് ഡേയ്സ് ഉള്ളതായിട്ടാണ് റിഫ്ലക്റ്റ് ആവുക. എല്ലാ കാര്യങ്ങളും അഡ്മിൻ്റെ അപ്രൂവലും അതുപോലെ തന്നെ OTP വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുബീഷ് പറഞ്ഞു ഇതിന് ഒരു ID ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ക്രിയേറ്റ് ചെയ്യണത് ഡീലറാണോ, ഡീലറിൻ്റെ ഭാഗത്ത് നിന്ന് സുബീഷാണോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറാണോ? ഇനി കസ്റ്റമറുടെ ബിഹാഫിൽ സുബീഷ് ചെയ്ത് കൊടുക്കും, എന്താണ്? 2 രീതിയിലും ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് CSD.AFD എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. CSD.AFD. ഓക്കെ, ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് ലിങ്ക് എന്ന് പറഞ്ഞാൽ CSD മാത്രമായിട്ടുള്ള ലിങ്കാണ്. ഈ രജിസ്ട്രേഷൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ അത് പറയാതിരിക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഒരാൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ ഇത് ഹാൻഡ് ആയിട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പണി തീരുമല്ലോ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? ഇതിൽ ആദ്യം യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ കൊടുക്കേണ്ടതുണ്ട്. ഏത് ഡീലർഷിപ്പിൽ നിന്നാണ് വണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഡീലർഷിപ്പിന്റെ ഡീറ്റെയിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഏത് ജില്ലയിലുള്ള ആളാണോ, ഇപ്പൊ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ അക്രോസ് എല്ലായിടത്തും ക്യാൻറ്റീൻസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ക്യാൻറ്റീൻ സെലക്ട് ചെയ്യുക. ക്യാൻറ്റീൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഏത് വണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷമായിട്ട് അതിൽ CSDയുടെ എക്സ്ഷോറൂം പ്രൈസും ഡീറ്റെയിലും കാണിച്ചു തരും അതിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡിങ്ങിൻ്റെ ഓപ്ഷനാണ് വരിക. ഓക്കെ, അതിൽ ഗ്രോസറി കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇൻ കേസ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗ്രോസറി കാർഡും അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡും മാത്രം അതിൽ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ എല്ലാം അതിൽ വരും. സിനാരിയോ എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റിംഗ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ പറയുന്ന പോലെ നേവി, എയർഫോഴ്സ്, പിന്നെ ആർമിയിലുള്ള ആൾക്കാരെ എക്സിസ്റ്റിംഗ്ലി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗ്രോസറി കാർഡ് പാൻ കാർഡ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇതല്ലാത്ത പക്ഷോ പെൻഷൻ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പെൻഷൻ സ്ലിപ്പും കൂടി നമ്മൾ അതിൽ വെക്കേണ്ടി വരും. ലാസ്റ്റ് പെൻഷൻ കൂടി നമ്മൾ ഗ്രോസറി കാർഡും പാൻ കാർഡും അതിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും 3 കാര്യമാണ് പെൻഷൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും. മറ്റ് 2 കാര്യമാണ് മറ്റേ എക്സിസ്റ്റിംഗ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ടി വരിക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈസി ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഒരു ആർമി ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനോ ഇങ്ങനത്തെ ഉദ്യോഗസ്ഥർക്ക് എത്ര കൊല്ലം കൂടുമ്പോഴാണ് നമുക്ക് CSD ക്യാൻറ്റീൻ മുഖാന്തരം ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുക്കാൻ സാധിക്കുന്നത്? ഓൾമോസ്റ്റ് ഇപ്പോൾ ആൾ വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. അപ്പോൾ ആദ്യത്തെ 5 കൊല്ലം നമുക്ക് വാങ്ങാൻ പറ്റില്ല, 5 കൊല്ലത്തിന് ശേഷമാണ് വാങ്ങാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പെൻഷൻ ആയിട്ടുള്ള ആളാണെങ്കിലും അതുപോലെ തന്നെ സെർവിങ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 8 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വേറെ എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് വണ്ടി അതുപോലെ തന്നെ ബൈക്ക് ഓർ കാർ 8 കൊല്ലം നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു വണ്ടി എടുത്തതിന് ശേഷം പുതിയൊരു വണ്ടി എടുക്കാൻ. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുബീഷ് പറയുന്നത്. ഇതാണ് ആക്ച്വലി അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡിൽ ഏതൊക്കെ മോഡൽസ് ഈ CSD
ക്യാൻറ്റീൻ മുഖാന്തരം എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയൊക്കെ ഡിസ്കൗണ്ടാണ് ഈ പറയുന്ന പ്രസ്തുത വാഹനങ്ങൾക്ക് ഏകദേശം ഉണ്ടാവുക? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്ട് ഫിഗർ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ മോഡൽസാണ്? ഇപ്പോൾ റോയൽ എൻഫീൽഡിൽ തന്നെ 100 മോഡൽ വരുന്നുണ്ടോ? 100 വരുന്നുണ്ട്. 100-ലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25,000 ഉള്ളിലായിട്ട് വരെ നമുക്കതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 25,000 ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ബുള്ളറ്റ് സീരീസ് ഓൾമോസ്റ്റ് 30-35 ഉള്ളിലായിട്ട് വരും. 30,000 to 35,000 വരെ വരുന്നുണ്ട്. ക്ലാസിക് സീരീസ് ഓൾമോസ്റ്റ് 30-35 തന്നെയാണ്. ബുള്ളറ്റും ക്ലാസിക് ഏകദേശം ഒന്നാണ് വരുന്നത്. മീറ്റിയോർ ഓൾമോസ്റ്റ് 35 to 40. മീറ്റിയോറിൽ അറോറ സീരീസോ? അറോറ സീരീസ് ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല CSD ഓപ്ഷനിൽ. നെക്സ്റ്റ് മന്തിൽ പ്രൈസസിൽ ചിലപ്പോൾ അത് വരും, കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി പുതിയ ഹിമാലയൻ ഓൾമോസ്റ്റ് ഒരു 35 to 40 ആണ്. 35 to 40 വരെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ 650 സീരീസിൽ വരുന്ന ഇന്റർസെപ്റ്റർ ഉണ്ട്, കോണ്ടിനെന്റൽ GT ഉണ്ട്, സൂപ്പർ മീറ്റിയോർ ഉണ്ട്, ഏറ്റവും പുതിയ ഷോർട്ട് ഗൺ ഉണ്ട്. ഈ മോഡൽസിന് ഓൾമോസ്റ്റ് ഒരു 50,000 ഉള്ളിലായിട്ട് വരെ ഡിസ്കൗണ്ട് വരുന്നത്. 50,000 വരെ ഡിസ്കൗണ്ട് ഉണ്ട് വരുന്നുണ്ട്. 50,000 വരെ നിങ്ങളൊരു CSD ക്യാൻറ്റീൻ മുഖാന്തരം ഈ പറഞ്ഞ പ്രസ്തുത വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഏറ്റവും കുറവിനും ഏറ്റവും കൂടുതൽ 50,000 വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട കേട്ടോ. താഴെ കണ്ട നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആളെ കിട്ടും, നേരിട്ട് വിളിച്ചോളും. ഇനി നമുക്ക് ഈ ഫണ്ട് ഇപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഡീലർഷിപ്പിൽ അടയ്ക്കേണ്ട പൈസേനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് നമുക്ക് കൂടുതൽ സംസാരിക്കാമല്ലോ? ഓൺലൈനായിട്ടാണ് ഫുള്ളി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. അതിലിപ്പം ഇൻ കേസ് കസ്റ്റമർ ഫിനാൻസ് ഓപ്ഷനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്തതിന് ശേഷം ഫിനാൻസിൻ്റെ ഫണ്ട് വരുന്ന കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. ഓക്കെ, അതിന് ശേഷമായിട്ട് അത് CSDയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ത്രൂ ഡയറക്റ്റ് CSDയിലേക്കാണ് ഷോറൂം പ്രൈസ് അടക്കേണ്ടത്. ബാക്കിയുള്ള റോഡ് ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ഫീ നമ്മുടെ ഷോറൂമിൽ പേ ചെയ്യും. അതിപ്പോൾ നോർമൽ ആയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിലും ഫിനാൻസ് ആയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിലും എക്സ്ഷോറൂം പ്രൈസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതായത് ടെമ്പററി റോഡ് ടാക്സ്, ഇൻഷുറൻസ് നമ്മൾ ഡീലർഷിപ്പിൽ അടയ്ക്കണം അല്ലേ? ഇത്രയും കാര്യങ്ങൾ അടയ്ക്കണം. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടും. ഇനി ഈ വണ്ടി കിട്ടുന്നതിന് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ CSD ക്യാൻറ്റീൻ്റെ ഒരു അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോറൂം പ്രൈസ് നമ്മൾ ഓൺലൈനായിട്ട് എന്നാണോ CSDയുടെ സൈറ്റിൽ അടക്കുന്നത്, CSDയുടെ സൈറ്റിലാണ് ഷോറൂം പ്രൈസ് അടക്കുന്നത്. CSD ഷോറൂം പ്രൈസ് എന്നാണ് അതിൽ വരിക. ഓക്കെ, ആ പ്രൈസ് അടച്ചതിന് ശേഷമായിട്ട് ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളതായിട്ട് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജോ അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലോ വരും. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ കോൺടാക്ട് ചെയ്യും. സാറിൻ്റെ പർച്ചേസ് ഓർഡർ റെഡി ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് വിളിക്കോടും. ഓക്കെ, അപ്പോൾ അപ്പോൾ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് എവിടെ വരിക? അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്ലോഡിംഗ് ആണ് വരിക. ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെക്കുന്നതാണ്. ഇത് ഇന്ന വണ്ടി വാങ്ങുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അവൈലബിലിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുന്നതാണ്. ഇൻ കേസ് ഡയറക്റ്റ് ആണ് കസ്റ്റമർ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തതിന് ശേഷമാണ് പർച്ചേസ് ഓർഡർ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡീലർഷിപ്പിൽ വന്നിട്ട് ഒരു അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ആദ്യം കസ്റ്റമർ വാങ്ങണം. അപ്പോൾ ഈ ഡീലർഷിപ്പിൽ വന്നിട്ട് ഒരു കസ്റ്റമർ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ചേസസ് നമ്പറിലുള്ള വണ്ടി ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് അർത്ഥം. അതിന് വാലിഡിറ്റി ഉണ്ട്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളതായിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ 7 വർക്കിംഗ് ഡേയ്സിനുള്ള അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ട് കസ്റ്റമർ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവൈലബിലിറ്റിയിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. അവൈലബിലിറ്റി 7 വർക്കിംഗ് ഡേയ്സ് ആണ് അതിൽ വാലിഡിറ്റി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൺലൈൻ പ്രൊസീജിയേഴ്സ് ചെയ്യണം. ഇൻ കേസ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഷാസി നമ്പർ നമ്മൾ മാറ്റിയിട്ട് അവൈലബിലിറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി ഇറക്കാൻ ഫിനാൻസ് ഇല്ലാതെ ഇറക്കാനാണെങ്കിൽ എത്ര ദിവസം എടുക്കും? മാക്സിമം 7 വർക്കിംഗ് ഡേയ്സിലായിട്ട് വണ്ടി ഇറക്കാൻ നോക്കാം. 7 വർക്കിംഗ് ഡേയ്സ്. ഇനി ഫിനാൻസ് ആണെങ്കിലോ? ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 വർക്കിംഗ് ഡേയ്സും കൂടി സെപ്പറേറ്റ് എടുക്കും. അപ്പോൾ CSD ക്യാൻറ്റീൻ മുഖാന്തരം, അതായത് ക്യാൻറ്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഒരു പ്രസ്തുത കാര്യം മുഖാന്തരം നിങ്ങൾക്ക് വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ CPC എന്ന് പറയുമ്പോൾ എന്താണ് CPC എന്ന് ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ എന്നാണ് പറയുന്നത്. സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ. അപ്പോൾ അതിൽ ആർക്കൊക്കെയാണ് വാഹനങ്ങൾ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളത്? അതിൽ ഈ പറഞ്ഞ പോലെ കേരള പോലീസിൻ്റെ കീഴിൽ വരുന്ന RPF അതുപോലെയുള്ള വരുന്ന ഇപ്പോൾ കേരള പോലീസിൻ്റെ കീഴിലുള്ളവർക്കാണ് ഇതിൽ നിന്ന് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. ഇതിൽ നമ്മൾ ഈ CSD ക്യാൻറ്റീനിലെ പോലെ നമ്മൾ പ്രൊസീജിയേഴ്സ് വരുമല്ലോ, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് വരിക? ഇതിൽ CSDയുടെ അത്രയും പ്രൊസീജിയേഴ്സ് വരുന്നില്ല, കുറച്ചുകൂടി സിമ്പിളാണ് വരുന്നത്. ഇതേ പറഞ്ഞ പോലെ വണ്ടി ബുക്കിങ്ങിന് ശേഷമായിട്ട് നമ്മളിവിടുന്ന് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്
ഇവരുടെ സെൻട്രൽ പോലീസ് ക്യാൻറ്റീനിൽ ചെല്ലണം. അതായത് ഇപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് അവരൊരു ലെറ്റർ ഹെഡിൽ അപ്രൂവൽ ഇട്ടുള്ള എന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ലെറ്റർ ഹെഡിൽ അവരുടെ സീലും സൈനും വെച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയിൽ നമുക്ക് ഫിനാൻസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ടോ? ഫിനാൻസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് അതിൽ എക്സ് ഷോറൂം പ്രൈസ് ഫുള്ളായിട്ടാണ് ഫിനാൻസ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എക്സ് ഷോറൂം പ്രൈസിന് ഫുള്ളായിട്ട് ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന CSD ക്യാൻറ്റീനിൽ നമ്മൾ എറോറ സീരീസ് മീറ്റിയോറിറ്റി ഇല്ല എന്ന് പറഞ്ഞു. CPC ക്യാൻറ്റീനിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? CPCയിൽ ഇപ്പോൾ നിലവിൽ അറോറ അവൈലബിൾ അല്ല. ബാക്കിയുള്ള 650 സീരീസ് അതുപോലെ തന്നെ 350 സീരീസ് ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ 450 അടക്കം അതിൽ അവൈലബിൾ ആണ് നമുക്ക് ഒരുവിധം എല്ലാ വണ്ടികളും. ഇനി CSD ക്യാൻറ്റീനിൽ നമ്മൾ സംസാരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കാം. അതുപോലെ CPCയിൽ നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇറക്കാം, അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇറക്കാം? ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10 to 12 ഡേയ്സിനുള്ളിലായിട്ട് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. CPC അതുപോലെ തന്നെ നോർമൽ സെയിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതുപോലെ തന്നെ 7 വർക്കിംഗ് ഡേയ്സിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 7 ഡേയ്സിനുള്ളിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇനി സുബീഷ് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുബീഷ് ഇപ്പോൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ മാത്രമാണോ നമുക്കത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അക്രോസ് കേരളയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അക്രോസ് കേരള എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാം ഫിനാൻസ് ഓപ്ഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ IDOCയുടെ ഫിനാൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ് ഡയറക്റ്റ് IDOC മാത്രമാണ് CPCയും CSDയും ചെയ്യുന്നത്. അതിൻ്റെ IDOC ഫിനാൻസ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ CPC ആണെങ്കിലും CSD ആണെങ്കിലും ഓൾ കേരളയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സുബീഷിൻ്റെ സുപ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ, അല്ലെങ്കിൽ സുബീഷ് പ്രേക്ഷകരോട് എങ്ങനെയാണ് പ്രേക്ഷകർ സുബീഷിനെ കോൺടാക്ട് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഓൺലൈനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തതിന് ശേഷമായിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം ചെയ്തു തരാം. പേയ്മെൻറ്റിന് സെക്ഷൻ മാത്രം കസ്റ്റമർ ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കിയുള്ള ഓൺലൈൻ പ്രൊസീജിയർ എല്ലാം നമ്മളോട് ചെയ്തു കൊടുക്കാം. ഇൻ കേസ് കസ്റ്റമർക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്തു കൊടുക്കാം. ഇൻ കേസ് തൃശ്ശൂരുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ചെയ്യാം. ബാക്കിയുള്ള എല്ലാം ഓൺലൈൻ ത്രൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ കോട്ടയത്തുള്ളൊരു കസ്റ്റമർ ആണെങ്കിലോ? കോട്ടയത്തുള്ളതാണ്. ഇൻ കേസ് ആൾക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ചിലരൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ടാവും. ചെയ്ത് ശരിയായില്ല. അങ്ങനത്തെ ആൾക്കാർ സുബീഷിനെ വിളിക്കണോ അല്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇപ്പോൾ എവിടെയാണ് സ്റ്റക്കപ്പ് ആയിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് CSD CPC മുഖാന്തരം റോയൽ എൻഫീൽഡിൻ്റെ വാഹനം എടുക്കുമ്പോൾ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ CPCയിൽ ചില കാര്യങ്ങൾ പറയാൻ മറന്നിട്ടുണ്ട്. എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഓൾമോസ്റ്റ് 350 സീരീസ് ഓൾമോസ്റ്റ് 7,000 to ഓൾമോസ്റ്റ് ഒരു 7,000 to 10,000 ഉള്ളിലാണ് 350 സീരീസിൽ വരുന്നത്. CPCയിൽ ഓൾമോസ്റ്റ് ഒരു 650 സീരീസ് വരെ നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 13,000 വരെ ഡിഫറൻസ് വരുന്നുണ്ട്. 13,000. അപ്പോൾ നമ്മൾ CSDയിൽ നിൽക്കുമ്പോൾ 25 സ്റ്റാർട്ട് ചെയ്ത് 50 അവസാനിക്കുന്നത്. CPCയിൽ 7,000 to 13,000 ആണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്ച്വലി ഡിസ്കൗണ്ട്സ് ആണ്. ഈ ഡിസ്കൗണ്ട്സ് നേരിട്ട് വന്ന ഒരു കസ്റ്റമർക്ക് ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ ഇത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിത് എടുക്കാതിരിക്കരുത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റാണ്. അതിൽ CPCയും CSD എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ബഹുമാനമൊക്കെ നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈവൻ ഡൗട്ടാണെങ്കിലും സുബീഷിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വിളിച്ചാൽ മതി. ഇനി വണ്ടി എടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് സുബീഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടാവും, ക്രാഷ് കാർഡ് വെക്കേണ്ടതുണ്ടാവും, സം കാർഡ്, അങ്ങനത്തെ കുറേ ആഡ് ഓൺസുകളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടികൾക്കും ജെന്യൂൻ ആക്സസറീസ് തന്നെ വരുന്നുണ്ട്. എല്ലാ ആക്സസറീസും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരമാവധി ഏറ്റവും ബെസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറീസ് തന്നെ വെക്കുന്നതാണ്. ഇത് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 3 ലെയർ ടെസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എയർ വെൽഡിങ് അടക്കമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ ക്രാഷ് കാർഡിന് ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ക്രാഷ് കാർഡിൻ്റെ വെൽഡിങ്ങും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ക്രാഷ് കാർഡ് എടുത്തു നോക്കി കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിലും.
നിങ്ങൾ പുറത്തുനിന്ന് ഒരു ക്രാഷ് കാർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് കേൾക്കുന്നത് ക്രാഷ് കാർഡിന് ഒന്നും പറ്റില്ല, ഡയറക്റ്റ് ജേസിനായിരിക്കും പറ്റുക. ക്രാഷ് കാർഡ് ബെൻഡ് ആവുകയോ ഒന്നും ചെയ്യില്ല. റോയൽ എൻഫീൽഡ് ഒരു ക്രാഷ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നോർമൽ ഇൻ കേസ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇത് ബെൻഡ് ആവുള്ളൂ. വണ്ടിയുടെ ഡയറക്റ്റ് ചേസിനും കാര്യത്തിനും ഒരു ഇമ്പാക്റ്റും വരില്ല. അതായത് ക്രാഷ് ഗാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പാക്റ്റ് വന്നത് ഏറ്റെടുക്കണം, ക്രാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ബെൻ ഗാർഡ് എന്നല്ലല്ലോ പറയണത് അല്ലേ. അപ്പോൾ ഒരു ജെനുവിൻ ഇതെന്ന് പറയുമ്പോൾ അവരെൻ്റെ R&D കഴിഞ്ഞ് ഷാസിമിലേക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് വരാത്ത രീതിയിലാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബേസിക്കലി ഇപ്പോൾ CSD CPC ക്യാൻറ്റീൻ മുഖാന്തരം അല്ലാണ്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രാഷ് ഗാർഡ് നമ്മൾ മസ്റ്റായിട്ട് പറയാറുണ്ട്. പിന്നെ എന്താ പറയാറ്, സം ഗാർഡ് വരുന്നുണ്ട്. സം ഗാർഡ് ഇതിൻ്റെ താഴെ വരുന്ന സം ഗാർഡാണ്. അതിന് ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ റോഡാണെങ്കിലും അറിയാമല്ലോ, കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇപ്പോൾ കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും ഡയറക്റ്റ് എഞ്ചിൻ്റെ താഴത്തേക്ക് അടിച്ച് കൊള്ളൂല. പിന്നെ കുറച്ചും കൂടിയും നമ്മുടെ എഞ്ചിൻ്റെ താഴ്ഭാഗം കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ചൂട് കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇല്ല. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഡയറക്റ്റ് എഞ്ചിനിലേക്ക് മുട്ടിയിട്ടല്ലാതെ ഇരിക്കുന്നത്, അതിന് എയർ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമുക്ക് എയറും പാസ് ചെയ്യും. അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് CPC CSD ക്യാൻറ്റീൻ മുഖാന്തരം എങ്ങനെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ വാഹനം ഈസി ആയിട്ട് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ തൃശ്ശൂർ മാത്രമല്ല അക്രോസ് കേരളയിൽ CPC CSD ക്യാൻറ്റീൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും CPC CSD ക്യാൻറ്റീൻ വഴി എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ സുബീഷിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചോളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ആദ്യം തന്നെ നന്ദി പറയുന്നു. താങ്ക് യു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലൊരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പതുക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ അമേസിങ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.